ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിൻ താള് കൊണ്ട് ഒരു തോരനാണ്. ഇത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 5 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി ചതച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചേമ്പിൻ താള് അരിഞ്ഞെടുക്കാം. അതിനായി ആദ്യം തന്നെ ചേമ്പിൻ താളിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞെടുക്കണം. നിങ്ങൾക്ക് കത്തി കൊണ്ടോ അല്ലെ കൈ കൊണ്ടോ ഇതുപോലെ കളഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഏകദേശം ഒരു 2 ചേമ്പിൻ താള് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഇതുപോലെ കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനായിട്ട് ചേമ്പിൻ താളെടുത്ത് ആദ്യം ഇതുപോലെ നടുകയും പിന്നീട് 3 ആയിട്ടും കീറി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വളരെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാല് നമുക്ക് പെട്ടെന്നങ്ങ് വെന്ത് കിട്ടും. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം കഴുകാൻ പാടില്ല. അപ്പോൾ ഇത് വെള്ളമൊക്കെ കുടിച്ച് തോരൻ ആകെക്കൂടി ഒന്ന് കുഴഞ്ഞ് കിടക്കും. ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു അര കഷ്ണം സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാളയും ഇതുപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് ഏകദേശം ഒരു 1 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. സവാള ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ താള് ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒരു ചട്ടി മുഴുവൻ ഉണ്ട് ചേമ്പിൻ താള്. പക്ഷെ ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പകുതിയേ ഉണ്ടാകുകയുള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. അത്രയും സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. കാരണം ചേമ്പിൻ താള് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അത് വേവിക്കാൻ ആവശ്യമായ വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ പകുതിയേ ഉള്ളൂ ഇപ്പോൾ. അത് മാത്രമല്ല ചേമ്പിൻ താളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേമ്പിൻ താള് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചേമ്പിൻ താള് ഓലൻ ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ തോരൻ ഉണ്ടാക്കിയപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.